നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. ഫിഫ വേൾഡ് കപ്പിൻ്റെ ഫൈനൽ മത്സരത്തിൽ ഇതാ സ്പെയിനും അർജൻറ്റീനയും തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ ആരാധകരുടെ ഇടനെഞ്ച് പടപട അടിക്കുകയാണ്. പല സുഹൃത്തുക്കളുടെയും കമ്പനി നമ്മൾ കാണുന്നു. ഇപ്പോഴേ പേടിയാവുന്നു. അപ്പോൾ നമ്മൾ നോക്കുകയാണ്, ആരിറങ്ങും, ആര് നേടും, ആരൊക്കെ രണ്ട് ടീമിൻ്റെയും റെപ്രസെൻ്റ് ചെയ്തുകൊണ്ട് രണ്ട് ടീമിൻ്റെയും പ്ലേയിങ് ലെവലിലുണ്ടാകും, ആർക്കാണ് ജയസാധ്യത, പ്രോബിൾ ലൈനപ്പ് ആൻഡ് പ്രഡിക്ഷൻ. സാധാരണ നമ്മൾ റാഫ് ടോക്സിൽ നിങ്ങൾക്കറിയാം, പ്രധാനപ്പെട്ട ചാമ്പ്യൻസ് ലീഗ് മത്സരങ്ങളും മറ്റുമൊക്കെ വരുമ്പോൾ ഇത്തരത്തിലൊരു വീഡിയോ ചെയ്യാറുണ്ട്. അത് തന്നെയാണ് നമ്മൾ ആവർത്തിക്കുന്നത്. വേൾഡ് കപ്പിൻ്റെ ഫൈനലാണല്ലോ, അപ്പോൾ അതുകൊണ്ട് നമ്മളത് വീണ്ടും നിങ്ങളിലേക്ക് അത്തരത്തിലൊരു വീഡിയോ ചെയ്യുകയാണ്. ആരിറങ്ങും, ആര് നേടും. ഇപ്പം സ്പെയിനിൻ്റെ നിര നോക്കാം. ആരിറങ്ങും പ്ലേയിങ് ലെവലിൽ. സ്പാനിഷ് മാധ്യമങ്ങൾ നൽകുന്ന വിവരപ്രകാരം വലിയ മാറ്റങ്ങൾക്ക് സാധ്യതയില്ല. ഗോൾ കീപ്പറായിട്ട് ഉനായ് സിമോൺ ഉണ്ടാവും, അത്ലറ്റിക് മാഡ്രിഡിൻ്റെ അത്ലറ്റിക് ക്ലബ് ബിൽബാവോയുടെ ഉനായ് സിമോൺ. ഡിഫൻസിൽ റയൽ മാഡ്രിഡിലേക്ക് ഇപ്പോൾ ചേക്കേറിയ കുക്കറേയ, അത്ലറ്റിക്കിൻ്റെ ഐമറിക് ലാപ്പോർട്ട്, FC ബാഴ്സലോണയുടെ പാവ് കുബാർസി, ടോട്ടനാം ഹോട്ട്സ്പറിൻ്റെ പെഡ്രോ പോറോ. ഇതാണ് ഡിഫൻസിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. മികച്ച പെർഫോമൻസ് നടത്തിയിട്ടുള്ള ഒരു ഡിഫൻസാണിത്. പിന്നെ മധുരയിലേക്ക് വരുമ്പോൾ മാഞ്ചസ്റ്റർ സിറ്റിയുടെ റോഡ്രി. ഈ വേൾഡ് കപ്പിൽ സ്പെയിനിൻ്റെ മുന്നേറ്റങ്ങളുടെ ടെമ്പോ നിയന്ത്രിച്ചത് റോഡ്രിയാണെന്ന കാര്യത്തിൽ തർക്കം വേണ്ട. ഒപ്പം തന്നെ PSG ഫാബിയൻ റൂയിസ് ഉണ്ടാവും. പെഡ്രിക്ക് പകരം ഫാബിയൻ റൂയിസ് സ്ഥാനം ഉറപ്പിക്കുന്ന കാഴ്ചയാണ് നമ്മൾ വേൾഡ് കപ്പിൻ്റെ അവസാന ഘട്ടത്തിൽ കണ്ടത്. ലൂയിസ് ദിലാഫ്യൂവിൻ്റെ അത് തന്നെ തുടരുമെന്ന് പ്രതീക്ഷിക്കുന്നു. മുന്നേറ്റങ്ങളെ സഹായിക്കാൻ അവിടെ ഒരാൾ കൂടി ഉണ്ടാവും, FC ബാഴ്സലോണയുടെ ഡാനി ഒൽമോ. സോ ദാറ്റ്സ് ദി മിഡ്ഫീൽഡ് ഓഫ് സ്പെയിൻ. റോഡ്രി, ഫാബിയൻ റൂയിസ്, ഡാനി ഒൽമോ. മുന്നേറ്റത്തിലോ ഒയർസബാൾ ഗോളടിക്കാൻ, റയൽ സോസിഡാഡിൻ്റെ മൈക്കൽ ഒയർസബാൾ. ഇരു വർഷങ്ങളിലായിട്ട് FC ബാഴ്സലോണയുടെ ലെമീൻ യമാലും അത്ലറ്റിക്കോ മാഡ്രിഡിൻ്റെ അലക്സ് ബെയ്നയും. നിക്കോ വില്യംസിന് സാധ്യതകളുണ്ട്, പക്ഷേ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാൻ സാധ്യത ബെയ്ന തന്നെയാണ് എന്നാണ് സ്പാനിഷ് മാധ്യമങ്ങൾ നൽകുന്ന വിവരം. സോ ചേഞ്ചുകൾ നമ്മൾ പിന്നീട് പ്രതീക്ഷിക്കുന്നു രണ്ടാം പകുതിയിലൊക്കെ. ഇതാണ് ഏതായാലും ഇപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന അവരുടെ സ്റ്റാർട്ടിംഗ് ലൈനപ്പ്. സോ ഉനായ് സിമോന്, പെഡ്രോ പോറോ, കുബാർസി, ലാപ്പോർട്ട്, കുക്കറേയ, റോഡ്രി, ഫാബിയൻ റൂയിസ്, ഡാനി ഒൽമോ, ലമീൻ യമാൽ, മൈക്കൽ ഒയർസബാൽ, അലക്സ് ബെയ്ന. മൈക്കൽ മെറീനോ വരും ആവശ്യമുള്ള സമയത്ത് ഗോളടിക്കാൻ സബ്സ്റ്റിറ്റ്യൂട്ട് റോളിൽ. അർജൻറ്റീനയുടെ ഭാഗത്ത് ആസ്റ്റൺ വില്ലയുടെ ഗോൾ കീപ്പർ എമിലിയാനോ മാർട്ടിനസ് അവരുടെ വലകാക്കാനുണ്ടാവും. ഡിഫൻസിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ലിസാൻഡ്രോ മാർട്ടിനസും ടോട്ടനാമിൻ്റെ ക്യൂട്ടി റൊമേറയും സെൻറ്റർ ബാക്ക്മാരുടെ റോൾ കൈകാര്യം ചെയ്യും. ഇരു വർഷങ്ങളിലായിട്ട് ലിയോണിൻ്റെ ടാഗ്ലിയാഫിക്കോയും അതുപോലെ അത്ലറ്റിക്കോ മാഡ്രിഡിൻ്റെ നാഹുൽ മോളിനെയും കളിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി മോളിനെ അല്ലെങ്കിൽ മൊണ്ടിയിൽ വരാനുള്ളൊരു സാധ്യതയും കാണുന്നുണ്ട്. മദീറയിലേക്ക് വരുമ്പോൾ ലിയാൻഡ്രോ പെരേഡസ് ഇപ്പോൾ ബൊക്ക ജൂനിയേഴ്സിനാണ് കളിക്കുന്നത്, അദ്ദേഹം. അതുപോലെ തന്നെ ലിവർപൂളിൻ്റെ അലക്സിസ് മാക്കലിസ്റ്റർ, ചെൽസിയുടെ എൻസോ ഫെർണാണ്ടസ്, ഇന്റർ മയാമിയുടെ റോദ്രിഗോ ഡിവോളിനാണ് സാധ്യത എന്ന് TYC സ്പോർട്സ് ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്നു. കഴിഞ്ഞ കളിയിൽ ഹൂലിയാനോ സിമിയോണിയാണ് കളിച്ച അത്ലറ്റിക്കോ മാഡ്രിഡിൻ്റെ, അദ്ദേഹം കളിച്ചേക്കില്ല എന്ന വിവരങ്ങൾ വരുന്നു. മധ്യനിരയിൽ അതാണ് എൻസോ, പെരേഡസ്, മാക്കലിസ്റ്റർ, റോദ്രിഗോ ഡിവോൾ. മുന്നേറ്റത്തിലോ സാക്ഷാൽ ലിയോ മെസ്സി ഇന്റർ മയാമിയുടെ കൂടെ അത്ലറ്റിക്കോ മാഡ്രിഡിൻ്റെ ഹുലിയൻ അൽവാരസ്. ഇതാണ് പ്രതീക്ഷിക്കുന്ന അർജൻറ്റീന ലെവൽ. ലൗട്രോ അടക്കമുള്ളവർ രണ്ടാം പകുതിയിൽ വരികയും ചെയ്യും. സോ ഇതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന 11. ആരിറങ്ങും എന്നതിൻ്റെ ഉത്തരമാണിത്. ആര് നേടും അത് പറയാൻ ബുദ്ധിമുട്ടാണെന്നേ. ഷിയാബ് സാറിൻ്റെ ഒരു പ്രഡിക്ഷൻ നിങ്ങൾ റാഫ് ടോക്ക് പോഡ്കാസ്റ്റ് കണ്ടിട്ടുണ്ടാവും. അത് തന്നെയാണ് നമുക്കും പറയാനുള്ളത്. ഇതിൽ നമ്മൾ ആഗ്രഹിക്കുന്നത് എന്ത്, കളിക്കളത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്ത് എന്നുള്ളൊരു ചോദ്യമുണ്ട്. കളിക്കളത്തിൽ ഇതുവരെയുള്ള പോരാട്ടത്തിൻ്റെ പ്രകടനത്തിൻ്റെ കൃത്യമായ വിലയിരുത്തൽ നമ്മൾ നടത്തുമ്പോൾ പെർഫെക്റ്റ് ടീം എന്ന് തോന്നുന്നത് സ്പെയിനാണ് കിരീട സാധ്യത കൂടുതൽ എന്നാണ് നമ്മൾ ലോജിക്കലി ചിന്തിച്ചാൽ നമുക്ക് ഉത്തരം കിട്ടുക. അതേസമയം ഹൃദയം കൊണ്ട് ചിന്തിച്ചാൽ അർജൻറ്റീന ഇതുവരെ ഹൃദയം കൊണ്ടുള്ള പോരാട്ടങ്ങളാണ് നടക്കുന്നത്. 75 മിനിറ്റ് പുറകെ നിന്നാലും പിന്നെ അവർ തിരിച്ചടിക്കുന്നത് അതുകൊണ്ടാണ്. തോറ്റുകുടിക്കില്ല എന്നുള്ളൊരു ചാമ്പ്യൻ മെൻറ്റാലിറ്റി അവർ വെച്ച് പുലർത്തുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്ക് നല്ല സാധ്യത നമ്മൾ അങ്ങനെ കാണണം, മെസ്സിയുടെ സാന്നിധ്യമുള്ളത് കൊണ്ട്.
അപ്പോൾ നിങ്ങളുടെ ഒരു പ്രഡിക്ഷൻ ഈ വിഷയത്തിൽ എന്താണെന്നുള്ളത് കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്തുക. ആര് കപ്പിടിക്കും, എന്തായിരിക്കും മാർജിൻ? റാഫ് ടോക്സിൻ്റെ ഒരു പ്രഡിക്ഷൻ പറയാം. 2-1 അർജൻറ്റീന ജയിക്കുമെന്നാണ് റാഫ് ടോക്സിൻ്റെ പ്രഡിക്ഷൻ. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എഴുതാം.